ഹായ് ഓൾ, നമസ്കാരം. ഏവർക്കും കോമ്പറ്റേറ്റീവ് ക്രാക്കറിന്റെ മറ്റൊരു ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. എല്ലാവരും 10th പ്രിലിമിനറി എക്സാം എഴുതി, നല്ല വൃത്തി എഴുതി എന്ന് വിശ്വസിക്കുന്നു. അപ്പം ഈ പ്രിലിമിനറി പരീക്ഷയിൽ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാര്യം എന്താ? എല്ലാം കണക്റ്റിംഗ് ഫാക്റ്റ് ആയിരുന്നു. മൊത്തം വലുതായിട്ട് വലച്ചിട്ടില്ല. അങ്ങനെയാണ് പ്രാഥമിക പരീക്ഷകളെല്ലാം. അതായത് പ്രീവിയസ് ക്വസ്റ്റ്യൻ തന്നെ പഠിക്കുന്ന ഒരു ഉദ്യോഗാർത്ഥിക്ക് കൂടുതൽ സ്കോർ ചെയ്യാൻ പറ്റിയിട്ടുണ്ട് എന്ന് തന്നെയാണ് എന്റെ വിശ്വാസം. ഇപ്പൊ നിങ്ങൾ എഴുതിയത് പ്രിലിമിനറി എക്സാം ആണ്. ഇനി എഴുതാൻ പോകുന്ന മെയിൻ എക്സാമിലേക്ക് പോകുമ്പോഴാണ് ഇവിടെ PSCയുടെ രണ്ടാമത്തെ ചുവടുമാറ്റം നമുക്ക് കാണാൻ കഴിയും. ഒന്ന്, ഇപ്പൊ പ്രിലിംസിൽ ചോദിച്ച ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് ഏകദേശം എല്ലാവർക്കും എഴുതാൻ പറ്റുമായിരുന്നു. സിലബസ് നീതിപൂർവം, അതായത് സിലബസിൽ പറഞ്ഞത് നീതിപൂർവം തന്നെ അവർ ചോദിച്ചു എന്നുള്ളത് പരമാർത്ഥമാണ്. നമുക്ക് നോക്കാം. ടോണിക് ഫൈബ്രോസ, ടോണിക് വാസ്കുലോസ, ടോണിക് നെർവോസ. അപ്പൊ നോക്കിയേ, ഇതാണ് കോർണിയ ദൃഢപടലം. ഇത് രണ്ടുകൂടെ ചേർത്താണ് ടോണിക് ഫൈബ്രോസ. രക്തപടലവും ഐറിസും ചേരുന്നതാണ് ടോണിക് വാസ്കുലോസ. ഇരുണ്ട നിറമാണ്. അതിന് കാരണമായ വർണ്ണവസ്തു മെലാനിൻ. ഏതാണ്? മെലാനിൻ. കണ്ണിനും ത്വക്കിനും നിറം നൽകുന്ന വർണ്ണവസ്തു ഏതാണ്? മെലാനിൻ. മെലാനിൻ. ഓക്കെ. കണ്ണിൽ മെലാനിൻ ഇല്ലാതെ വന്നാൽ എന്ത് സംഭവിക്കും സാർ? അത് തീവ്ര പ്രകാശത്തെ ഫേസ് ചെയ്യാൻ കഴിയില്ല. ഫോട്ടോഫോബിയ. എന്ത് വിളിക്കും? പ്രകാശത്തോടുള്ള പേടി. ത്വക്കിൽ മെലാനിൻ ഇല്ലാതെ വന്നാൽ ആൽബുനിസം. എന്ത് വിളിക്കും? ആൽബുനിസം. ഏതാണ്? ആൽബുനിസം. കിട്ടിയോ? കാര്യങ്ങൾ മനസ്സിലായോ? ഇനി കാഴ്ച സാധ്യമാകുന്ന പാളിയാണ് ടോണിക് നെർവോസ അഥവാ റെറ്റിന. ടോണിക് നെർവോസ അഥവാ റെറ്റിന. കിട്ടിയോ? റെറ്റിനയ്ക്ക് പ്രധാനമായും 3 പാളി. പിന്നെയും തുടങ്ങി. അപ്പൊ റെറ്റിനയ്ക്ക് എത്ര പാളിയുണ്ട് മക്കളെ? റെറ്റിനയ്ക്ക് എത്ര പാളിയുണ്ട്? 3 പാളി. ഓക്കെ. റെറ്റിനയ്ക്ക് പ്രധാനമായിട്ടും 3 പാളിയുണ്ട്. നോക്കാം. റെറ്റിനയിലെ പ്രധാനമായും 3 പാളികൾ ബോർഡിലേക്ക് നോക്കിയേ. ഇവിടെ നോക്ക്. ഏറ്റവും പുറമെ കാണുന്നത് ഏതാണ്? ഗാംഗ്ലിയോണിക് ലെയർ. ഏതാണ്? ഗാംഗ്ലിയോണിക് ലെയർ. ഏതാണ്? താ നോക്ക് മക്കളെ. റെറ്റിനയുടെ ആദ്യം കാണുന്നത് ഇവിടെ നോക്ക്. ഇവിടെ എഴുതിയിടാം. ഗാംഗ്ലിയോണിക് ലെയർ. ഗാംഗ്ലിയോണിക് ലെയർ. ഗാംഗ്ലിയോണിക് ലെയർ. ബൈ പോളാർ ലെയർ. ഫോട്ടോ റിസപ്റ്റർ ലെയർ. കിട്ടിയോ? കിട്ടിയോ മക്കൾ? എന്ത് പറഞ്ഞേ? ഏതാ? ഗാംഗ്ലിയോണിക് ലെയർ. അതായത് ആദ്യം ലൈറ്റ് വന്ന് അടിക്കുന്ന എവിടെയാ? ഗാംഗ്ലിയോണിക്. റെറ്റിന എന്ന് പറയുന്ന, ടോണിക് നെർവോസ എന്ന് പറയുന്ന ലെയർ കണ്ണിന്റെ ആന്തരിക പാളിയാണ്. അതിന് 3 പാളി വേറെ ഉണ്ട്. ഏതൊക്കെയാ? ഗാംഗ്ലിയോണിക് ലെയർ, ബൈപോളാർ ലെയർ, ഫോട്ടോ റിസപ്റ്റർ ലെയർ. ഗാംഗ്ലിയോണിക് ലെയർ, ബൈപോളാർ ലെയർ, ഫോട്ടോ റിസപ്റ്റർ ലെയർ. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? അപ്പൊ നോക്കിയ മക്കളെ, ഗാംഗ്ലിയോണിക് ലെയർ, ധാരാളം മുഴകളോടുകൂടിയ ഗാംഗ്ലിയോൺസ് കാണപ്പെടുന്നത്. ഇനി അടുത്തത് ബൈപോളാർ നാഡീകോശം കാണപ്പെടുന്നത് എവിടെയാണ്? ബൈപോളാർ ലെയറിലാണ്. ബൈപോളാർ നാഡീകോശം കാണുന്നത് എവിടെയാണ്? ബൈപോളാർ ലെയർ. പ്രകാശഗ്രാഹികളായ കാഴ്ചക്ക് സഹായിക്കുന്ന കോശങ്ങൾ കാണപ്പെടുന്നത് എവിടെയാണ്? ഫോട്ടോ റിസപ്റ്റർ ലെയർ. മക്കളെ താണ്ട സ്ക്രീനിലേക്ക് നോക്കിയേ. അപ്പൊ റെറ്റിനയ്ക്ക് എത്ര പാളിയുണ്ട്? 3 പാളിയുണ്ട്. കാര്യങ്ങൾ മനസ്സിലായോ? ഇനി റെറ്റിനയിലെ ആ അവസാനം കാണുന്ന നോക്ക്, ആ 2 തരം കോശങ്ങൾ അടങ്ങിയ ഫോട്ടോ റിസപ്റ്റർ ലെയർ അല്ലേ? റോഡ് കോശവും കോൺ കോശവും. കണ്ണില് എത്ര തരത്തിലുള്ള കോശങ്ങളുണ്ട്? പ്രകാശഗ്രാഹികളായ 2 തരം കോശങ്ങളുണ്ട്. റോഡ് കോശവും കോൺ കോശവും. ഓക്കെ. റോഡ് കോശം. റോഡിന്റെ നിറം എന്താ? റോഡിന്റെ നിറം എന്താ? നമ്മൾ സഞ്ചരിക്കുന്ന റോഡിന്റെ നിറം ബ്ലാക്ക് അല്ലേ? അതെന്താടാ? ബ്ലാക്ക് മാത്രമേ ഉള്ളൂ. റോഡിന്റെ നിറം എന്താ? റോഡിന്റെ നിറം എന്ന് പറയുമ്പം ബ്ലാക്ക് മാത്രം അല്ലല്ലോ. നോക്കിയേ, ഇത് റോഡാണ് അല്ലെ? നടുക്കൂടെ വരയില്ലേ? അത് വൈറ്റ് അല്ലേ? അപ്പൊ റോഡിന്റെ നിറം ബ്ലാക്ക് ഓർ വൈറ്റ്. വസ്തുക്കളെ കറുപ്പെന്നും വെളുപ്പെന്നും മാത്രം തിരിച്ചറിയുന്ന കോശമാണ് ഏത്? റോഡ് കോശം. വസ്തുക്കളെ കറുപ്പെന്നും വെളുപ്പെന്നും മാത്രം തിരിച്ചറിയുന്ന കോശമാണ് റോഡ് കോശം. സെറ്റ്. അപ്പൊ ദണ്ഡാകൃതിയാണ്, റോഡ് ആകൃതിയാണ്. ദണ്ടിന്റെ ആകൃതി കണ്ട, ദണ്ടിന്റെ ആകൃതിയാണ്, റോഡ് ഷേപ്പാണ്. അതുകൊണ്ടാണ് റോഡ് കോശം എന്ന് വിളിക്കുന്നത്. രാത്രിയിൽ അല്ലെങ്കിൽ മങ്ങിയ വെളിച്ചത്തിൽ പ്രവർത്തിക്കും. രാത്രിയിൽ അല്ലെങ്കിൽ മങ്ങിയ വെളിച്ചത്തിൽ പ്രവർത്തിക്കുന്ന കോശമാണ് ഏതാ? ഏതാ? രാത്രിയിൽ അല്ലെങ്കിൽ മങ്ങിയ വെളിച്ചത്തിൽ പ്രവർത്തിക്കുന്ന കോശം ഏതാ? റോഡ് കോശം അല്ലേ? നമ്മൾ രാത്രിയിൽ ഇറങ്ങി നടക്കുമ്പോൾ ഒരാളെ കാണുന്നത് എങ്ങനെയാ? ബ്ലാക്ക് ആൻഡ് വൈറ്റ്.
അല്ലെ? യക്ഷികള് എന്ന ഒരു കഥാപാത്രം ഉണ്ടല്ലോ നമ്മുടെ നാട്ടിലൊക്കെ. അവരൊക്കെ ഏത് ഡ്രസ്സാ ഉപയോഗിക്കുന്നത്? അങ്ങനെ ഒരു സംഭവം ഇല്ല എന്നുള്ളത് മനുഷ്യനറിയാം. പക്ഷെ കേരളത്തില് ഈ പറയുന്ന യക്ഷി എന്ന് പറയുന്ന ഒരു സങ്കല്പം എഴുത്തുകാരുടെ സൃഷ്ടിയാണ്. അവർക്ക് കൊടുത്തിരിക്കുന്ന ഡ്രസ് കോഡ് എന്ന് പറയുന്നത് വൈറ്റ് ആണ്, അല്ലേ? ഒരു വൈറ്റ് സാരിയൊക്കെ എടുത്തു വരും. തമിഴ്നാട്ടിൽ പോകുമ്പോഴത്തേക്ക് അത് മാറും, അത് ചന്ദനം പൂശിയ ഒരു രൂപമായിട്ട് മാറും. ഈ നാട്ടിൽ എന്തുകൊണ്ട് വൈറ്റ് കൊടുത്തിരിക്കുന്നു? രാത്രിയിൽ ഇറങ്ങി നടക്കുമ്പോൾ ആൾക്കാർ പേടിക്കണമെങ്കിൽ രാത്രിയിൽ രണ്ട് നിറമേ തിരിച്ചറിയൂ, ബ്ലാക്ക് എന്നും വൈറ്റ് എന്നും. ബ്ലാക്ക് കൊടുത്താൽ പതുങ്ങിയിരുന്ന് പിടിക്കാൻ പറ്റിയ, ഉപദ്രവിക്കാൻ പറ്റിയ കളറാ, എവിടെയെങ്കിലും പതുങ്ങിയിരുന്ന് ആരും ശ്രദ്ധിക്കത്തില്ല. വൈറ്റ് ആണെങ്കിൽ പ്രൊജക്ട് ചെയ്ത് കാണും, ആൾക്കാർ ഭയക്കും. കാര്യം മനസ്സിലായില്ലേ? അപ്പൊ രാത്രി രണ്ട് നിറയെ തിരിച്ചറിയാൻ പറ്റൂ, ബ്ലാക്ക് അല്ലെങ്കിൽ വൈറ്റ്, ബ്ലാക്ക് അല്ലെങ്കിൽ വൈറ്റ്. കിട്ടിയോ? രാത്രിയിൽ അല്ലെങ്കിൽ മങ്ങിയ വെളുത്തിൽ പ്രവർത്തിക്കുന്ന കോശം റോഡ് കോശം. കറുപ്പെന്നും വെളുപ്പെന്നും മാത്രം തിരിച്ചറിയുന്ന കോശം റോഡ് കോശം. കണ്ണിൽ റോഡ് കോശമാണോ കോൺ കോശമാണോ കൂടുതൽ? റോഡ് കോശമാണ് കൂടുതൽ. അതിന്റെ നേർ പകുതിയെ എന്ത് കാണത്തുള്ളൂ? കോൺ കോശം എണ്ണത്തില്. ഇനി പകൽ പ്രവർത്തിക്കുന്ന കോശം കോൺ കോശം. നൗ ദാ ഇപ്പൊ നോക്ക്, നല്ല ഇന്റൻസീവ് ലൈറ്റ്, തീവ്ര പ്രകാശത്തിൽ പ്രവർത്തിക്കുന്ന കോശം കോൺ കോശമാണ്. കോൺ കോശമാണ്. എല്ലാ നിറങ്ങളും നമുക്ക് തിരിച്ചറിയാൻ പറ്റും പ്രകാശമുള്ളപ്പോൾ, അല്ലേ? അപ്പൊ നിറങ്ങളെ തിരിച്ചറിയാൻ സഹായിക്കുന്ന കോശം, തീവ്ര പ്രകാശത്തിൽ നിറങ്ങളെ തിരിച്ചറിയാൻ സഹായിക്കുന്ന കോശമാണ് കോൺ കോശം. ഐസ്ക്രീമിന്റെ കോൺ പോലിരിക്കുന്ന കോശം കോൺ കോശം. ഏത് കോശം? കോൺ കോശം. കിട്ടിയോ? റോഡ് കോശം കിട്ടി, കോൺ കോശം കിട്ടി. മക്കളെ, റോഡ് കോശവും കോൺ കോശവും കിട്ടിയോ? റോഡ് കോശങ്ങളിൽ അടങ്ങിയിരിക്കുന്ന വർണ്ണവസ്തു റോഡോപ്സിൻ. റോഡ് കോശങ്ങളിൽ അടങ്ങിയിരിക്കുന്ന വർണ്ണവസ്തു ഏതാ? റോഡോപ്സിൻ. റോഡ് കോശം അടങ്ങിയ വർണ്ണവസ്തു റോഡോപ്സിൻ. കൂടുതൽ അറിവിന് വേണ്ടി റോഡോപ്സിനെ നമുക്ക് സ്കോട്ടോപ്സിൻ എന്ന് വിളിക്കാം. റോഡോപ്സിനെ എന്ത് വിളിക്കാം മക്കളെ? സ്കോട്ടോപ്സിൻ. സ്കോട്ടോപ്സിൻ. ഓക്കെ, സ്കോട്ടോപ്സിൻ. കോൺ കോശം അടങ്ങിയിരിക്കുന്ന വർണ്ണവസ്തുവാണ് അയഡോപ്സിൻ അഥവാ ഫോട്ടോപ്സിൻ. അയഡോപ്സിൻ അഥവാ ഫോട്ടോപ്സിൻ. അപ്പൊ റോഡ് കോശങ്ങൾ അടങ്ങിയിരിക്കുന്ന വർണ്ണവസ്തു റോഡോപ്സിനും കോൺ കോശം അടങ്ങിയ വർണ്ണവസ്തു അയഡോപ്സിൻ അഥവാ ഫോട്ടോപ്സിൻ. ഇനിവേ ഈ രണ്ട് വർണ്ണവസ്തുവും പ്രകാശം തട്ടുമ്പോൾ വിഘടിക്കും. പ്രകാശം തട്ടുമ്പോൾ എന്ത് സംഭവിക്കും മക്കളെ? അത് വിഘടിച്ച് മാറും. റോഡോപ്സിൻ വിഘടിച്ചാലും അയഡോപ്സിൻ വിഘടിച്ചാലും റെറ്റിനാൽ എന്ന് പറയുന്ന ഒരു രാസവസ്തു ഉണ്ടാകും. റെറ്റിനാൽ, നോക്കിയ മക്കളെ, റെറ്റിനാൽ എന്ന രാസവസ്തു ഉണ്ടാകും. കണ്ടോ? അടുത്ത എന്താണ്? ഓപ്സിൻ എന്ന മാംസ്യം ഉണ്ടാകും. ഓപ്സിൻ എന്ന മാംസ്യം ഉണ്ടാകും. അപ്പൊ റെറ്റിനാൽ എന്ന രാസവസ്തു ഉണ്ടാകും, ഓപ്സിൻ എന്ന മാംസ്യം ഉണ്ടാവും. ഈ റെറ്റിനാൽ എന്ന രാസവസ്തു നിർമ്മിക്കുന്നത് വൈറ്റമിൻ എയിൽ നിന്നാണ്. എവിടെ നിന്നാണ്? വൈറ്റമിൻ എ. അപ്പൊ കണ്ണിനും കാഴ്ചയ്ക്കും വേണ്ട വൈറ്റമിൻ ഏതാ? വൈറ്റമിൻ എ. ഏതാണ്? വൈറ്റമിൻ എ. കിട്ടിയോ? അപ്പൊ കണ്ണെത്ര പാളിയുണ്ട്? 3 പാളി. ദൃഢപടലം, രക്തപടലം, ദൃഷ്ടിപടലം. PSC ചുവട് മാറ്റി റേഞ്ച് കൂട്ടിക്കുള്ള ക്വസ്റ്റ്യൻ. എത്ര പാളിയുണ്ട്? 3 പാളിയുണ്ട്. ഏതൊക്കെയാ? ട്യൂണിക് ഫൈബ്രോസ, ട്യൂണിക് വാസ്കുലോസ, ട്യൂണിക് നെർവോസ. അതെന്താ ട്യൂണിക് വാസ്കുലോസ, ട്യൂണിക് ഫൈബ്രോസ, ട്യൂണിക് നെർവോസ എന്ന് പറഞ്ഞാൽ? ട്യൂണിക് ഫൈബ്രോസ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു ട്യൂണിക് ഫൈബ്രോസ? നോക്കിയേ, ട്യൂണിക് ഫൈബ്രോസ ഏറ്റവും പുറമെയുള്ള പാളിയാണ്. നമ്മൾ പറഞ്ഞ ദൃഢപടലവും കോർണിയയും കൂടെ ചേരുന്നതാണ്. അപ്പൊ ട്യൂണിക് വാസ്കുലോസ എന്ന് പറഞ്ഞാൽ എന്താണ്? രക്തപടലവും ഐറിസും ഒക്കെ ചേരുന്നതാണ്. കിട്ടിയോ? കാര്യങ്ങളൊക്കെ മനസ്സിലായോടാ മക്കളെ? കാര്യങ്ങൾ മനസ്സിലായോ? സിമ്പിൾ അല്ലായിരുന്നോ? നോക്കിയേ, റോഡ് കോശം കിട്ടി, കോൺ കോശം കിട്ടി. നോക്കിയേ, അടുത്ത ഒരു ഭാഗം നോക്കിയേ, ഭീമാകാരത്വം, ജൈജാൻഡിസം. ഭീമാകാരത്വം ഏത് ഹോർമോണിന്റെ ഏറ്റക്കുറച്ചിലുമായി ബന്ധപ്പെടാവുന്ന അവസ്ഥയാണ്? ഭീമാകാരത്വം അല്ലെങ്കിൽ ജൈജാൻഡിസം ഏത് ഹോർമോണിന്റെ ഏറ്റക്കുറച്ചിലുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന രോഗമാണ്? ക്വസ്റ്റ്യൻ എടുത്തിരിക്കുന്നത് അന്തസ്രാവി ഗ്രന്ഥി, അന്തസ്രാവി വ്യവസ്ഥ, എൻഡോക്രൈനോളജിയിൽ നിന്നാണ് ക്വസ്റ്റ്യൻ എടുത്തിരിക്കുന്നത്. ഗ്രന്ഥികൾ അല്ലെ? നമുക്ക് നോക്കാം. ഓപ്ഷൻസ് കൊടുത്തിരിക്കുന്നു. 4 ഹോർമോൺസ്. വാസോപ്രസിൻ. വാസോപ്രസിൻ അല്ല, ശരീരത്തിലെ ജലത്തിന്റെ അളവ് നിയന്ത്രിക്കുന്ന ഹോർമോൺ ആണ് ഏതാ? വാസോപ്രസിൻ. അഡ്രിനാലിൻ അല്ല, അടിയന്തര സാഹചര്യങ്ങളെ സഹായിക്കുന്ന ഒരു ഹോർമോൺ ആണ്, നമുക്കറിയാം. തൈറോക്സിൻ. തൈറോക്സിൻ അല്ല, അയഡിൻ മെറ്റബോളിസം, മറ്റു കാര്യങ്ങൾ, ജീവൽ പുറത്ത് നിയന്ത്രണം, ഒരുപാട് കാര്യങ്ങൾ അല്ലേ? അതുമല്ല. സൊമാറ്റോട്രോഫിൻ അല്ലേ? സൊമാറ്റോ. എന്താണ് സൊമാറ്റോട്രോഫിൻ? ആരുടെ നിങ്ങളെ വളർത്തിയത്? മക്കളെ, നിങ്ങളെ വളർത്തിയത് ആരാ? അച്ഛനും അമ്മയും എന്ന് പറയും അല്ലേ? അല്ല, നമ്മളെ വളർത്തിയത് ആരാണ്? സൊമാറ്റോട്രോഫിൻ ആണ്. ഇന്ന് തന്നെ പോയി അച്ഛനോടും അമ്മയോടും പറയണം, നമ്മളെ വളർത്തിയത് ആരാണ്? സൊമാറ്റോട്രോഫിൻ ആണ്. അപ്പൊ നമ്മുടെ വളർച്ചാ ഹോർമോണിന്റെ പേരാണ് സൊമാറ്റോട്രോഫിൻ. ഏതാണ്? സൊമാറ്റോട്രോഫിൻ. ഏതാണ്?
വളർച്ചാ ഹോർമോണിന്റെ പേരാണ് മക്കളെ സൊമാറ്റോട്രോപിൻ. വളർച്ചാ ഹോർമോൺ വളരുന്ന സമയത്ത് ഇല്ലായിരുന്നെങ്കിൽ എന്ത് സംഭവിച്ചേനെ? നമുക്ക് നീളം കുറഞ്ഞു പോയനെ, അല്ലേ? നീളം കുറഞ്ഞു പോയനെ. അതിനെ എന്ത് വിളിക്കും? വാമനത്വം എന്ന് വിളിക്കും. എന്ത് വിളിക്കും? ആരാ എന്നെ വളർത്തിയത്? സൊമാറ്റോട്രോപിൻ. വളരേണ്ട സമയത്ത് എനിക്ക് സൊമാറ്റോട്രോപിൻ ഉണ്ടായിരുന്നോ? ഉണ്ട്. ഞാൻ നോർമൽ മനുഷ്യൻ. ചിലർക്ക് ഇല്ലാതെ പോയി. അവരെന്ത് സംഭവിച്ചു? അവർക്ക് വാമനത്വം, നീളം കുറഞ്ഞു. ചിലർക്ക് നീളം കൂടി. ഏതാണ്? ജൈജാൻഡിസം. ഏതാണ്? ജൈജാൻഡിസം അഥവാ ഭീമാകാരത്വം. എന്ത് വിളിക്കും? ജൈജാൻഡിസം അഥവാ ഭീമാകാരത്വം. ഇനി എനിക്ക് ഈ ഹോർമോൺ കൂടി എന്ന് കരുതുക. എന്റെ വളർച്ചാ തോത് കഴിഞ്ഞടേ. 19 വയസ്സ് വരെ അല്ലേ? 19-20 വയസ്സ് വരെയാണ് ഒരു മനുഷ്യന്റെ വളർച്ചാ കാലഘട്ടം. പിന്നെ വളരുകയല്ല, നീളം കൂടില്ല, നീളം വെക്കില്ല, വികസിക്കും, വണ്ണം വെക്കും, പക്ഷെ നീളം കൂടില്ല. അങ്ങനെയുള്ള നമ്മുടെ ദേഹത്ത് ഈ ഹോർമോണിന്റെ അളവ് കൂടിയാലുള്ള അവസ്ഥ എന്തെന്നറിയാമോ? അസാധ്യമായി നീളം കൂടി വരുന്നൊരവസ്ഥ, അക്രോമെഗാലി. ഓക്കെ, കാര്യം മനസ്സിലായോ? അപ്പൊ നോക്കിയേ, വളർച്ചാ ഹോർമോണിന്റെ പേരെന്താ? നമ്മളെ വളർത്തിയതാരാ? സൊമാറ്റോട്രോഫിൻ. വളർച്ചാ ഹോർമോണിന്റെ പേര് സൊമാറ്റോട്രോഫിൻ. സൊമാറ്റോട്രോഫിന്റെ അളവ് വളർച്ചാ ഘട്ടത്തിൽ കുറയുന്നു, വാമനത്വം. വളർച്ചാ ഘട്ടത്തിൽ കൂടുന്നു, ഏതാ? ഭീമാകാരത്വം അഥവാ ജൈജാൻഡിസം. ആഫ്റ്റർ ദ ഗ്രോത്ത് ഫേസ്, വളർച്ചാ ഘട്ടത്തിന് ശേഷം കൂടുന്നു, അക്രോമെഗാലി. അക്രോമെഗാലി. സിമ്പിൾ ക്വസ്റ്റ്യൻ അല്ലേ? സിമ്പിൾ ക്വസ്റ്റ്യൻ. ആൻസർ ഏതാ? ആൻസർ ഏതാ മക്കളെ? സൊമാറ്റോട്രോഫിൻ അല്ലെ? സൊമാറ്റോട്രോഫിൻ. സിമ്പിൾ അല്ലേ? സിമ്പിൾ അല്ലേ? ആരാ നിങ്ങളെ ഉറക്കിയത്? അത് ക്ലാസ് എടുക്കുന്ന സാറന്മാരാണ്, അല്ലേ? അല്ലേ? അല്ല, ഉറക്കിയത് ആരാന്ന് ചോദിച്ചാൽ നമ്മളെ ഉറക്കാനും ഉണർത്താനും നമ്മുടെ ബോഡിയിൽ തന്നെ ആളുണ്ട്, ഹോർമോൺസ്. എപ്പൊ നിങ്ങൾക്ക് ഉറക്കം വരുന്നോ അപ്പൊ പറയുക, സാർ മെലാറ്റോണിൻ വന്നു. എന്ത് വന്നു? മെലാറ്റോണിൻ വന്നു. അപ്പൊ ഉറക്കത്തെ നിയന്ത്രിക്കുന്ന ഹോർമോൺ ആണ് ഏതാ? മെലാറ്റോണിൻ. മെലാറ്റോണിൻ വന്ന അപ്പൊ ഉറങ്ങും. ഉറക്കത്തെ നിയന്ത്രിക്കുന്ന ഹോർമോൺ മെലാറ്റോണിൻ. രക്തത്തിൽ മെലാറ്റോണിൻ കൂടിയാൽ ഉറങ്ങും. മെലാറ്റോണിന്റെ അളവ് കുറഞ്ഞ് പകരം സെറാട്ടോണിൻ വന്നാൽ ഉണരും. അപ്പൊ ഉണർത്താൻ സഹായിക്കുന്ന ഹോർമോൺ സെറാട്ടോണിൻ. ഉറക്കാൻ ഏതാ? ഉറങ്ങാൻ. ഉറങ്ങാൻ മെലാറ്റോണിൻ, ഉണർത്താൻ സെറാട്ടോണിൻ. അപ്പൊ പറയും, സാർ വീഡിയോ കാണുമ്പോൾ അല്ലെങ്കിൽ ക്ലാസ് കേൾക്കുമ്പോൾ ഞങ്ങൾക്ക് ഉറക്കം വരുന്നത്, കൂടുതൽ ഉണർന്നിരിക്കാൻ എന്ത് വേണം? സെറാട്ടോണിന്റെ അളവ് കൂട്ടിയാൽ മതിയോ? അത് അതിനേക്കാൾ പ്രശ്നമാണ്. മൂഡ് ചേഞ്ചസ്, വിഷാദ രോഗം. ചിലർ ഇങ്ങനെ ക്ലാസ്സിൽ ഇങ്ങനെ ഇരിക്കും, നോക്കി ഇങ്ങനെ ഇരിക്കും, പഠിക്കുവാണെന്നാണ് വിചാരിക്കുന്നത്. പക്ഷെ എന്താ? വേറെ എന്തോ കാര്യങ്ങൾ ആലോചിച്ചിരിക്കുകയാണ്, വേറെ എന്തോ മൂഡാണ്. വിഷാദ രോഗം. അതിന് കാരണം സെറാട്ടോണിൻ. അപ്പൊ കംപ്ലീറ്റ് ഹോർമോൺസിൽ നിന്ന് കുറെ ക്വസ്റ്റ്യൻസ് വരാനുള്ള സാധ്യതയുണ്ട്. പവർ ആക്കുമ്പം ഏറ്റവും നല്ലൊരു മേഖലയാണ് അന്തസ്രാവി ഗ്രന്ഥി. നമുക്ക് അതിലേക്കൊന്ന് കിടക്കാം. നോക്ക്, ഗ്രന്ഥികള് അന്തസ്രാവി ഗ്രന്ഥിയെയും അവയുടെ ഹോർമോണിനെയും കുറിച്ചുള്ള പഠനമാണ് എന്താ? എൻഡോക്രൈനോളജി. മക്കളെ, ഗ്രന്ഥികള് 2 തരത്തിലുണ്ട്. നോക്കിയേ, നിങ്ങൾ ഇങ്ങോട്ട് നോക്ക്. ഗ്രന്ഥികള് 2 തരത്തിലുണ്ട്. ഒരു സെക്കൻഡ് നോക്ക്. ഗ്രന്ഥികള് 2 തരം ഗ്രന്ഥി നമ്മുടെ ദേഹത്തുണ്ട്. ഏതൊക്കെയാ? അന്തസ്രാവി ഗ്രന്ഥി, മറ്റൊന്ന് ബാഹ്യസ്രാവി ഗ്രന്ഥി. അപ്പൊ ഗ്രന്ഥികൾ എത്ര ടൈപ്പ് ഉണ്ട് മക്കളെ? അന്തസ്രാവി ഗ്രന്ഥി ഉണ്ട്, ബാഹ്യസ്രാവി ഗ്രന്ഥി. അപ്പൊ ഗ്രന്ഥികൾ എത്ര തരം ഉണ്ട്? 2 തരം. ഏതൊക്കെയാ? അന്തസ്രാവി ഗ്രന്ഥി, എൻഡോക്രൈൻ ഗ്ലാൻസ്, എക്സോക്രൈൻ ഗ്ലാൻസ്. ഓക്കെ, ബാഹ്യസ്രാവിന്നോ ബഹിർസ്രാവിന്നോ പറയാം, അത് നിങ്ങളുടെ ഇഷ്ടം. അപ്പൊ ഗ്രന്ഥികൾ എത്ര ടൈപ്പ് ഉണ്ട്? 2 തരം. അന്തസ്രാവി, ബഹിർസ്രാവി എന്നിങ്ങനെ, അല്ലെങ്കിൽ ബാഹ്യസ്രാവി എന്നിങ്ങനെ 2 തരം ഗ്രന്ഥിയുണ്ട്. എന്താ വ്യത്യാസം? അവ ഉൽപ്പാദിപ്പിക്കുന്ന ഘടകത്തിലാണ് വ്യത്യാസം. ഹോർമോണുകളെ ഉൽപ്പാദിപ്പിക്കുകയാണെങ്കിൽ അന്തസ്രാവി ഗ്രന്ഥി ഹോർമോണുകളെ മാത്രം ഉൽപ്പാദിപ്പിക്കുന്ന ഗ്രന്ഥിയുടെ പേരാണ് മക്കളെ അന്തസ്രാവി ഗ്രന്ഥി. അപ്പൊ ഗ്രന്ഥികളെ കുറിച്ചുള്ള പഠനമാണ് അഡിനോളജി. ഗ്രന്ഥികളെ കുറിച്ചുള്ള പഠനമാണ് എന്താ? അഡിനോളജി. അപ്പൊ ഗ്രന്ഥികളെ കുറിച്ചുള്ള പഠനം എന്താ? അഡിനോളജി. അപ്പൊ ഗ്രന്ഥികളെ കുറിച്ചുള്ള പഠനം എന്താ? അഡിനോളജി. കിട്ടിയോ? അപ്പൊ ഗ്രന്ഥികളെ കുറിച്ചുള്ള പഠനം അഡിനോളജി. കിട്ടിയോ? ഏറ്റവും വലിയ ഗ്രന്ഥി അത് കരൾ. ഏറ്റവും വലിയ ഗ്രന്ഥി കരളാണ്. ഏറ്റവും ചെറിയ ഗ്രന്ഥി കമന്റ് ചെയ്യാമോ? ഏറ്റവും ചെറിയ ഗ്രന്ഥി കിട്ടുന്നില്ല അല്ലെ? ഏറ്റവും ചെറിയ ഗ്രന്ഥി ഗോബ്ലറ്റ് സെൽ. ഏറ്റവും വലിയ ഗ്രന്ഥി കരളാണ്. ഏറ്റവും ചെറിയ ഗ്രന്ഥി ഗോബ്ലറ്റ് സെല്ലാണ്. ഓക്കെ, ഗോബ്ലറ്റ് സെല്ലാണ്. ഓക്കെ, അപ്പൊ ഗ്രന്ഥികൾ എത്ര ടൈപ്പ് ഉണ്ട്? 2 തരം. അന്തസ്രാവി ഗ്രന്ഥിയും ബാഹ്യസ്രാവി ഗ്രന്ഥിയും അല്ലെങ്കിൽ ബഹിർസ്രാവി ഗ്രന്ഥിയും. ഹോർമോണുകളെ മാത്രം തരുന്നത് അന്തസ്രാവി ഗ്രന്ഥി. എൻസൈമുകളെ തരുന്ന ഗ്രന്ഥിയാണ് ഏതാ? എൻസൈമുകളെ തരുന്ന ഗ്രന്ഥി ഏതാ?
ബാഹ്യസ്രാവി ഗ്രന്ഥി അല്ലെങ്കിൽ ബഹിർസ്രാവി ഗ്രന്ഥി. ബഹിർസ്രാവി ഗ്രന്ഥി കിട്ടിയോ മക്കളെ? അങ്ങനെയാണെങ്കിൽ എന്താണ് ഹോർമോൺസ്? ഹോർമോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം നമ്മുടെ ശരീരത്തിലെ വിവിധ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന ഒരു ഘടകമാണ് ഏതാ? ഹോർമോണുകൾ. ഏതാണ്? ഹോർമോണുകൾ. അന്തസ്രാവി ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണുകളെ യഥാസ്ഥാനത്ത് എത്തിക്കുന്നത് ആരാണ്? അന്തസ്രാവി ഗ്രന്ഥികൾ ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണുകളെ യഥാസ്ഥാനത്ത് എത്തിക്കുന്ന ആരാണ്? അത് രക്തമാണ്. നോക്കിയേ, രക്തമാണ്. സ്ക്രീനിലേക്ക് നോക്ക്. അന്തസ്രാവി ഗ്രന്ഥി എന്ത് ഉൽപ്പാദിപ്പിക്കും? ഹോർമോൺ ഉൽപ്പാദിപ്പിക്കും. ആ ഹോർമോണുകളെ യഥാസ്ഥാനത്ത് എത്തിക്കുന്ന ആരാണ്? രക്തമാണ്. രക്തം ഒരു സംവഹന ദ്രാവക യോജക കലയാണ്. രക്തം ഒരു ദ്രാവക യോജക സംവഹന കലയാണ്. എന്തിനൊക്കെ സംവഹനം? ശ്വസനവാതകങ്ങളുടെ സംവഹനം നടപ്പിലാക്കും, പോഷക ഘടകങ്ങളുടെ സംവഹനം നടപ്പിലാക്കും, അതുപോലെ ഹോർമോണുകളെ യഥാസ്ഥാനത്തെത്തിക്കും. ഹോർമോണുകളെ യഥാസ്ഥാനത്തെത്തിക്കുന്നതും ആരാണ്? രക്തമാണ്. രക്തമാണ് അല്ലെ? അപ്പൊ ഗ്രന്ഥികളെ കുറിച്ചുള്ള പഠനം എന്താ? അഡിനോളജി. ഏറ്റവും വലിയ ഗ്രന്ഥി ഏതാ? കരളാണ്. ഏറ്റവും വലിയ ഗ്രന്ഥി ഏതാ? കരൾ. ഏറ്റവും വലിയ ഗ്രന്ഥി കരൾ. ഏറ്റവും ചെറിയ ഗ്രന്ഥി ഏതാണ്? ഗോബ്ലഡ് സെല്ല്. ഏറ്റവും ചെറിയ ഗ്രന്ഥി ഏതാ? ഗോബ്ലഡ് സെല്ല്. കിട്ടിയോ? ഇനി അന്തസ്രാവി ഗ്രന്ഥി എന്ന് പറഞ്ഞാൽ എന്താ? ഹോർമോണിനെ മാത്രം തരും. അന്തസ്രാവി ഗ്രന്ഥിയെയും അവയുടെ ഹോർമോണിനെയും കുറിച്ചുള്ള പഠനമാണ് എൻഡോക്രൈനോളജി. എൻഡോക്രൈനോളജി. കിട്ടിയോ? ഏറ്റവും വലിയ ഗ്രന്ഥി കരൾ, ഏറ്റവും ചെറിയ ഗ്രന്ഥി ഗോബ്ലഡ് സെൽ. അതായത് നമ്മുടെ അന്നഭാഗത്തിന്റെ ഭിത്തിയിലെ കാണുന്ന ഒരുതരം കോശമാണ് ഗോബ്ലഡ് സെല്ല്. കേട്ടോ? ഓക്കെ, അടുത്ത് നോക്കിയേ. ഏറ്റവും വലിയ അന്തസ്രാവി ഗ്രന്ഥി, ഏറ്റവും വലിയ അന്തസ്രാവി ഗ്രന്ഥി ഏതാ? അത് തൈറോയിഡാ. തൈറോയിഡ്. ഏറ്റവും ചെറുത് പീനിയൽ ഗ്രന്ഥി. ഏറ്റവും ചെറിയ അന്തസ്രാവി ഗ്രന്ഥി പീനിയൽ ഗ്രന്ഥി. ഏറ്റവും വലിയ അന്തസ്രാവി തൈറോയിഡ് ആണെങ്കിൽ ഏറ്റവും ചെറുത് പീനിയൽ ഗ്രന്ഥി. കിട്ടിയോ? ഓക്കെ, അപ്പൊ ഗ്രന്ഥികളെ കുറിച്ചുള്ള പഠനം എന്താ? അഡിനോളജി. ഓക്കെ, ഏറ്റവും വലിയ ബാഹ്യസ്രാവി ഗ്രന്ഥി ഏതാ? ഏറ്റവും വലിയ ബാഹ്യസ്രാവി ഗ്രന്ഥി, ഏറ്റവും വലിയ ബാഹ്യസ്രാവി ഗ്രന്ഥി കരളാണ്. ഏറ്റവും വലിയ ബാഹ്യസ്രാവി ഗ്രന്ഥി കരളാണ്. ഇനി എൻഡോക്രൈനോളജിയുടെ പിതാവ്, അന്തസ്രാവി ഗ്രന്ഥി അവയുടെ ഹോർമോണിനെയും കുറിച്ചുള്ള പഠനമാണ് എൻഡോക്രൈനോളജി. അതിന്റെ പിതാവ് തോമസ് അഡിസൺ. ടി അഡിസൺ. തോമസ് അഡിസൺ. കിട്ടിയോ? ഹോർമോൺ എന്ന വാക്ക് ലോകത്തിൽ ആദ്യമായി ഉപയോഗിച്ച വ്യക്തി, ദ ടേം ഹോർമോൺ ഫസ്റ്റ് കോയിൻഡ് ബൈ E.H. സ്റ്റാർലിംഗ്. E.H. സ്റ്റാർലിംഗ്. ഓക്കെ, E.H. സ്റ്റാർലിംഗ്. കാര്യങ്ങൾ മനസ്സിലായ മക്കളെ? അപ്പൊ ഗ്രന്ഥികളെ കുറിച്ചുള്ള ഒരു ചെറിയ ഐഡിയ കിട്ടിയില്ലേ? നമ്മുടെ പരീക്ഷയ്ക്ക് ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ എന്തായിരുന്നു ചോദിച്ചത്? നമ്മളെ വളർത്തിയത്, നമ്മുടെ വളർച്ചയെ നിയന്ത്രിക്കുന്ന ഒരു ഹോർമോണിന്റെ പേര് ചോദിച്ചു. സൊമാറ്റോട്രോഫിൻ നമ്മൾ എഴുതി. ഭീമാകാരത്തെ അസുഖം ഇല്ലേ? അതുമായി ബന്ധപ്പെട്ട ഗ്രന്ഥി നമുക്ക് അങ്ങ് മനസ്സിലാക്കി വെക്കാം. പീയൂഷ ഗ്രന്ഥി. ഏത് ഗ്രന്ഥി? പീയൂഷ ഗ്രന്ഥി. ഏതാണ്? പിറ്റുവിറ്ററി ഗ്രന്ഥി അഥവാ പീയൂഷ ഗ്രന്ഥി എന്ന് പറഞ്ഞേ. പീയൂഷ ഗ്രന്ഥി അല്ലെങ്കിൽ പിറ്റുവിറ്ററി ഗ്രന്ഥി. നോക്ക്, തലച്ചോറിന്റെ അടിഭാഗത്ത് പയറുവിത്തിന്റെ ആകൃതിയിൽ കാണുന്ന ഗ്രന്ഥിയാണ്. ഒരു കഷ്ണം പേപ്പർ എടുത്ത് അതിൽ എഴുതി വെക്കുന്നത് നല്ലതായിരിക്കും. തലച്ചോറിന്റെ അടിഭാഗത്തായി പയറുവിത്തിന്റെ ആകൃതിയിൽ കാണപ്പെടുന്ന ഒരു ഗ്രന്ഥിയാണ് പീയൂഷ ഗ്രന്ഥി അഥവാ പിറ്റുവിറ്ററി ഗ്രന്ഥി. ഹൈപ്പോതലാമസിൽ നിന്ന് നേർത്ത രണ്ട് തണ്ടുകളിലായി തൂങ്ങിക്കിടക്കുന്ന ഗ്രന്ഥിയാണ് പീയൂഷ ഗ്രന്ഥി അഥവാ പിറ്റ്യൂട്ടറി ഗ്രന്ഥി. മക്കളെ, പ്രസ്താവന ചോദ്യം വരുമ്പം ഇതെടുത്ത് അതിലോട്ട് വെക്കും. നമുക്കത് NCERT ആണെന്ന് പോലും തോന്നില്ല. ആ രീതിയിലായിരിക്കും അവർ ചെയ്യുന്നത്. എന്തെങ്കിലുമൊക്കെ ഒരു പോയിന്റുകൾ നമുക്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന രീതിയിൽ അതായിരിക്കും മെയിൻസ് എക്സാം. അങ്ങനെ വരുത്തോള്. എല്ലാം അങ്ങനെയല്ല. ചില ക്വസ്റ്റ്യൻ ലളിതമായിരിക്കും, ചില ക്വസ്റ്റ്യൻ 5 ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ ഒരു 3 എണ്ണം സിമ്പിൾ ആയിരിക്കും, 2 എണ്ണം എങ്ങനെങ്കിലും ഒരു കൊനസ്റ്റ് ഒപ്പിച്ചു വെക്കും. അത് അങ്ങനെയാണ് അവരുടെ രീതി. അപ്പൊ ഇപ്പോഴത്തെ ഒരു രീതി മുമ്പോട്ടുള്ള പോക്കിന്. അപ്പൊ തലച്ചോറിന്റെ അടിഭാഗത്ത് പയറുവിത്തിന്റെ ആകൃതിയിൽ കാണുന്ന ഗ്രന്ഥി ഹൈപ്പോതലാമസിൽ നിന്നും നേർത്ത 2 തണ്ടുകളിലായി തൂങ്ങിക്കിടക്കുന്ന ഗ്രന്ഥിയാണ് ഏത്? പീയൂഷ ഗ്രന്ഥി. സെക്കൻഡ് സ്മാളസ്റ്റ് ഗ്ലാൻഡ് ആണ്. ഏതാണ്? സെക്കൻഡ് സ്മാളസ്റ്റ് ഗ്ലാൻഡ്. ഏറ്റവും ചെറുത് ഏതാ? ഏറ്റവും ചെറുതേതാ മക്കളെ? ഏറ്റവും ചെറിയതാ? ഏറ്റവും ചെറുത് പീനിയൽ ഗ്രന്ഥി. ഏറ്റവും ചെറുതാ പീനിയൽ ഗ്രന്ഥി. ഏറ്റവും ചെറുതാ പീനിയൽ ഗ്രന്ഥി. അപ്പൊ അങ്ങനെയാണ് സെക്കൻഡ് സ്മാളസ്റ്റ് ഗ്ലാൻഡ് ഏതാണ്? പീയൂഷ ഗ്രന്ഥി. ഇവനെ വിളിക്കുന്ന പേര് നായക ഗ്രന്ഥി, മാസ്റ്റർ ഗ്രന്ഥി, വളർച്ചാ ഗ്രന്ഥി. മറ്റുള്ള ഗ്രന്ഥികളെയൊക്കെ നിയന്ത്രിക്കുന്നത് കൊണ്ട് നായക ഗ്രന്ഥി അല്ലെങ്കിൽ മാസ്റ്റർ ഗ്ലാൻഡ് എന്ന് വിളിക്കും. നമ്മുടെ വളർച്ചയെ നിയന്ത്രിക്കുന്നതുകൊണ്ട് എന്ത് വിളിക്കും? വളർച്ചാ ഗ്രന്ഥി എന്നിങ്ങനെ അറിയപ്പെടുന്നു. ക്ലിയർ ആണോ?
ക്ലിയർ ആണോ? പീയൂഷ ഗ്രന്ഥിക്ക് പ്രധാനമായി എത്ര ദളം ഉണ്ടെന്ന് ചോദിച്ചാൽ രണ്ട് കാര്യങ്ങൾ പറയേണ്ടി വരും. ഒന്ന്, 3 ദളങ്ങളുണ്ട്. ശരിക്കും 3 ദളങ്ങളുണ്ട്. മുൻദളം, പിൻദളം, ഇന്റർമീഡിയറ്റ് പിറ്റുവിറ്ററി. ഏതാണ്? മുൻദളം, പിൻദളം, ഇന്റർമീഡിയറ്റ് പിറ്റുവിറ്ററി. പക്ഷെ നമ്മൾ തൽക്കാലം മുൻദളവും പിൻദളവും മനസ്സിലാക്കി വെക്കുക. മുൻദളവും പിൻദളവും മനസ്സിലാക്കി വെക്കുക. മുൻദളമുണ്ട്, പിൻദളമുണ്ട്, ഇന്റർമീഡിയറ്റ് പിറ്റുവിറ്ററി ഉണ്ട്. കുഞ്ഞുങ്ങൾ കാണുന്നതാണ് ഇന്റർമീഡിയറ്റ് പിറ്റുവിറ്ററി. മുൻദളം, പിൻദളം. മുൻദളം ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺ, മുൻദളം ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്നോളൂ, പിൻദളം ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്നില്ല. പീയൂഷ ഗ്രന്ഥിയുടെ മുൻദളത്തിൽ നിന്ന് മാത്രമേ ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്നുള്ള, പിൻദളത്തിൽ നിന്ന് ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്നില്ല. മറിച്ച് ഹൈപ്പോതലാമസിന്റെ ഹോർമോണുകളെ സംഭരിച്ചു വെക്കും. ആര്? പിൻദളം. മനസ്സിലാവുന്നുണ്ടോ? മുൻദളം മാത്രമേ എന്ത് ഉൽപ്പാദിപ്പിക്കുന്നുള്ളൂ? ഹോർമോൺ. പിൻദളം ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്നില്ല, മറിച്ച് ഹൈപ്പോതലാമസിന്റെ 2 ഹോർമോണുകളെ സംഭരിച്ചു വെക്കും. മാസ്റ്റർ ഗ്ലാൻഡ് ഏതാ? എല്ലാ ഗ്രന്ഥികളെയും നിയന്ത്രിക്കുന്ന മാസ്റ്റർ ആരാ? പീയൂഷ ഗ്രന്ഥി. നായകനാരാ? പീയൂഷ ഗ്രന്ഥി. നമ്മളെ വളർത്തിയതാരാ? പീയൂഷ ഗ്രന്ഥി. കിട്ടിയോ? അപ്പൊ മുൻദളം ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണുകൾ നോക്കിയേ. സൊമാറ്റോട്രോഫിൻ. മുൻദളം ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺ ഏതാ? സൊമാറ്റോട്രോഫിൻ. മനുഷ്യന്റെ വളർച്ചാ ഹോർമോൺ ആണ് സൊമാറ്റോട്രോഫിൻ. 2, മുൻദളം ഉൽപ്പാദിപ്പിക്കുന്ന മറ്റൊരു ഹോർമോണാണ് പ്രൊലാക്റ്റിൻ. പ്രൊലാക്റ്റിൻ മുലപ്പാൽ ഉൽപ്പാദിപ്പിക്കാൻ സഹായിക്കുന്ന ഹോർമോൺ. പാൽ ഉൽപാദനം സഹായിക്കുന്ന ഹോർമോൺ ആണ് ഏതാ? പ്രൊലാക്റ്റിൻ. കിട്ടിയോ? മുലപ്പാൽ ഉൽപ്പാദിപ്പിക്കാൻ സഹായിക്കുന്ന ഹോർമോൺ ഏതാണ്? പ്രൊലാക്റ്റിൻ. കിട്ടിയോ? ഓക്കെ. അപ്പൊ വളർച്ചാ ഹോർമോൺ ഏതാ? സൊമാറ്റോട്രോഫിൻ. പാലുൽപാദനത്തിന് സഹായിക്കുന്ന ഹോർമോൺ പ്രൊലാക്റ്റിൻ. അതുപോലെ 2 സ്റ്റിമുലേറ്ററി ഹോർമോണുകൾ നമുക്ക് നോക്കാം. മറ്റൊന്നുണ്ട് നോക്കിയ, സ്റ്റിമുലേറ്ററി ഹോർമോണുകളും അതുപോലെ ട്രോപ്പിക് ഹോർമോണുകളും ഉൽപ്പാദിപ്പിക്കുന്നു. സ്റ്റിമുലേറ്ററി ഹോർമോണുകളും ട്രോപ്പിക് ഹോർമോണുകളും. സ്റ്റിമുലേറ്ററി ഹോർമോണുകളും ട്രോപ്പിക് ഹോർമോണുകളും. അത് കുറെ ഗ്രൂപ്പുകളുണ്ട്, ഞാൻ അത് കാണിക്കാം. അതിൽ 2 ഇവിടെ എഴുതി വെച്ചേക്കുന്നത് LH-ഉം FSH-ഉം. LH-ഉം FSH-ഉം. അപ്പൊ പീയൂഷ ഗ്രന്ഥിയുടെ മുൻദളം ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺസ് ഏതാ? നോക്കി പറ. ഹോർമോൺസ് ഏതൊക്കെയാ? വേഗം പറ. നോക്കിയാ പറയല്ലോ. ഏതൊക്കെയാ മുൻദളം ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺ? സൊമാറ്റോട്രോഫിൻ ഇല്ലേ? സൊമാറ്റോട്രോഫിൻ, പ്രോലാക്റ്റിൻ. അതുപോലെ സ്റ്റിമുലേറ്റിംഗ് ഹോർമോണുകൾ, അതുപോലെ ട്രോപ്പിക് ഹോർമോണുകൾ. മക്കളെ, പീയൂഷ ഗ്രന്ഥിയുടെ മുൻദളം മുൻദളം മാത്രമേ ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്നുള്ളൂ അല്ലേ? മുൻദളം ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺസ് ഏതൊക്കെയാണ്? ഒന്ന് പറഞ്ഞു നോക്കി. ഏതൊക്കെയാ? സൊമാറ്റോട്രോഫിൻ അല്ലേ? സൊമാറ്റോട്രോഫിൻ, പ്രൊലാക്റ്റിൻ. അതുപോലെ തന്നെ എന്താണ്? സ്റ്റിമുലേറ്റീവ് ഹോർമോൺസ് അല്ലെങ്കിൽ ട്രോപ്പിക് ഹോർമോണുകൾ. ഇത്രയല്ലേ പറഞ്ഞു നിർത്തി. നോക്കിയേ, സൊമാറ്റോട്രോഫിൻ, പ്രൊലാക്റ്റിൻ, സ്റ്റിമുലേറ്റീവ് ഹോർമോൺസ് അല്ലെങ്കിൽ ട്രോപ്പിക് ഹോർമോണുകൾ. നമ്മളെ വളർത്തിയത് ആരാടെ? സൊമാറ്റോട്രോഫിൻ. സൊമാറ്റോട്രോഫിന്റെ അളവ് വളർച്ചാ ഘട്ടത്തിൽ കുറയുന്ന അവസ്ഥയാണ്. കണ്ടോ ഈ ഫോട്ടോയിലേക്ക് നോക്കിയേ. വളർച്ചാ ഘട്ടത്തിൽ കുറയുന്ന അവസ്ഥ എന്താണ്? ദ്വാർഫിസം അല്ലെങ്കിൽ വാമനത്വം. വളർച്ചാ ഘട്ടത്തിൽ കൂടുന്ന അവസ്ഥയാണ് ജൈജാൻഡിസം അഥവാ ഭീമാകാരത്വം. ഏതാണ്? ഭീമാകാരത്വം. അപ്പൊ നോക്കിയേ, വളർച്ചാ ഘട്ടത്തിൽ കുറയുന്നത് ഡാർഫിസം, കൂടുന്നത് ജൈജാൻഡിസം. കൂടുന്നേതാ? ജൈജാൻഡിസം. ഓക്കെ ആണോ? ആഫ്റ്റർ ഗ്രോത്ത് ഫേസ്, വളർച്ചാ ഘട്ടത്തിന് ശേഷം കൂടുകയാണെങ്കിൽ എന്ത് വിളിക്കും? അക്രോമെഗാലി. അക്രോമെഗാലി. നോക്കിയേ, അതുപോലെ തന്നെ മുലപ്പാൽ ഉൽപാദനത്തിന് സഹായിക്കുന്ന ഹോർമോണാണ് പ്രൊലാക്റ്റിൻ. മുലപ്പാൽ ഉൽപാദനത്തിന് സഹായിക്കുന്ന ഹോർമോണാണ് ഏതാ? പ്രൊലാക്റ്റിൻ. മുൻദളം ഉൽപ്പാദിപ്പിക്കുന്ന 2 ഹോർമോൺ കിട്ടിയോ മക്കളെ? സ്ത്രീകളിൽ ഓവുലേഷൻ അല്ലെ? ഓവുലേഷൻ സഹായിക്കുന്ന ഹോർമോണാണ് ലൂട്ടണൈസിങ് ഹോർമോൺ. ഏതാണ്? ലൂട്ടണൈസിങ് ഹോർമോൺ. അതുപോലെ പുരുഷന്മാരിലെ ടെസ്റ്റിസിലെ സെർട്ടോളി കോശങ്ങളെ ഉത്തേജിപ്പിക്കുന്ന ഹോർമോണാണ് ഫോളിക്കുലാർ സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ. ലൂട്ടണൈസിംഗ് ഹോർമോൺ, ഫോളിക്കുലാർ സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ. ഇനി ട്രോപ്പിക് ഹോർമോണുകളെ പരിചയപ്പെടാം. നോക്കിയേ, ട്രോപ്പിക് ഹോർമോണുകൾ ഏതൊക്കെയാണ്? നോക്കിയേ. മറ്റുള്ള ഗ്രന്ഥികളുടെ പ്രവർത്തനത്തെ നിയന്ത്രിക്കും. നിയന്ത്രിക്കുന്ന ആരാ? പീയൂഷ ഗ്രന്ഥിയാണ്. ഫോർ എക്സാമ്പിൾ, തൈറോയിഡ് ഗ്രന്ഥി പ്രവർത്തിക്കണമെങ്കിൽ തൈറോയിഡിനെ സ്റ്റിമുലേറ്റ് ചെയ്യാൻ തൈറോയിഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ ചെല്ലണം. ക്ലിയർ ആണോ? തൈറോയിഡ് ഗ്രന്ഥി എപ്പ പ്രവർത്തിക്കണം എന്ന് തീരുമാനിക്കുന്ന നമ്മുടെ പീയൂഷ ഗ്രന്ഥിയുടെ മുൻദളം ഉൽപ്പാദിപ്പിക്കുന്ന
തൈറോയ്ഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ അല്ലെങ്കിൽ TSHL ആണ്. കിട്ടിയോ? അതുപോലെ അഡ്രിനാൽ ഗ്രന്ഥിയുടെ കോർട്ടെക്സ് ഭാഗം എപ്പോ പ്രവർത്തിക്കണമെന്ന് തീരുമാനിക്കുന്നത് അഡ്രിനോ കോർട്ടിക്കോ ട്രോപ്പിക് ഹോർമോൺ. കിട്ടിയോ? അതുപോലെ നമ്മുടെ ഗൊണാഡ്സ് എന്ന് പറഞ്ഞാൽ എന്താ? ഗൊണാഡ്സ് എന്ന് പറഞ്ഞാൽ എന്താ? ലൈംഗിക ഹോർമോണുകളെ ഉൽപ്പാദിപ്പിക്കുന്ന അവയവങ്ങളെ ഗൊണാഡ്സ് എന്ന് വിളിക്കാം. സ്ത്രീയുടെ ഗൊണാഡിന്റെ പേരാണ് ഓവറി, പുരുഷന്റെ ഗൊണാഡിന്റെ പേരാണ് ടെസ്റ്റിസ്. പുരുഷന്റേത് ടെസ്റ്റിസ് അല്ലെങ്കിൽ വൃഷണം, സ്ത്രീയുടേത് അണ്ടാശയം. അതിന്റെ പ്രവർത്തനം നിയന്ത്രിക്കുന്നതാണ് ഗൊണാഡോട്രോപ്പിക് ഹോർമോൺ. നോക്കിയേ, ചുരുക്കം പറഞ്ഞാൽ മറ്റുള്ള ഗ്രന്ഥികളുടെ പ്രവർത്തനത്തെ നിയന്ത്രിക്കുന്ന ആരാണ് മക്കളെ? നമ്മുടെ പീയൂഷ ഗ്രന്ഥിയാണ്. അതുകൊണ്ട് അയാളെ എന്ത് വിളിക്കും? മാസ്റ്റർ ഗ്ലാൻഡ്. അപ്പം കാര്യങ്ങൾ മനസ്സിലായല്ലോ. നമ്മൾ നിസ്സാരമായ ഒരു ക്വസ്റ്റിന്റെ കാര്യങ്ങളാണ് ഇത്രയും നേരം സംസാരിച്ചത്. ഇതിന്റെ വിശദമായിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ ആപ്പിൽ വിശദമായി കൊടുത്തിട്ടുണ്ട്. അപ്പം കൂടുതൽ കാര്യങ്ങൾ നമുക്ക് പഠിക്കേണ്ടതായിട്ടുണ്ട്. അപ്പം ഈ പറയുന്ന അസിസ്റ്റന്റ് സെയിൽസ്മാൻ പരീക്ഷയുടെ ക്ലാസ് നമ്മൾ തുടങ്ങിക്കഴിഞ്ഞു. ഇവിടെ ഈ വരാൻ പോകുന്ന പരീക്ഷയുടെ നിലവാരം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഇതില് നല്ലൊരു സ്ട്രാറ്റജി എടുത്തെങ്കിൽ മാത്രമേ നമുക്ക് ഇതിനകത്ത് വിൻ ചെയ്യാൻ പറ്റുകയുള്ളൂ. അതിന് പ്രീവിയസ് ക്വസ്റ്റ്യൻ, മറ്റു കാര്യങ്ങൾ, ടോപ്പിക് ആധികാരികമായി പഠിക്കേണ്ടതായിട്ടുണ്ട്. എല്ലാ ക്ലാസ്സുകളും കോമ്പറ്റേറ്റീവ് ക്രാക്കറിന്റെ ആപ്പുകളിൽ സ്റ്റാർട്ട് ആയിട്ടുണ്ട്. എല്ലാവരും അത് പഠിക്കുക. ഓക്കെ, താങ്ക് യു.